അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഷെഫി ഉസ്താദിനും തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിനും ഒരു സന്തോഷ വാർത്ത കേൾക്കണം. റബ്ബേ, ആ ഉമ്മ ആഗ്രഹിക്കുകയാണ്, പഠിച്ചോനെ നാട്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞാൽ എത്ര നന്നാവുമായിരുന്നു. ഇവിടെ എന്തൊക്കെ തന്നെയാലും വന്നവരൊക്കെ ഇവിടെ വിസിറ്റിങ്ങിൽ എല്ലായിടത്തും കാണുവാനും ഇതിനൊക്കെ പോകുന്നുണ്ട്. റബ്ബേ, പോണിന് മുമ്പായിട്ട് റഹ്മാനെ നല്ലൊരു വാർത്ത കേൾക്കണേ. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അല്ല ഇത്ത, എന്തായി നമ്മൾ മറ്റേ ആടേ ആ കഥ അല്ലേ? അത് ഇൻഷാ അല്ലാ ഞാൻ പറയാം. റബ്ബേ, അങ്ങനത്തെ ഒരു വിധി ഒരാൾക്കും നീ കൊടുക്കല്ലേ അല്ലാ. കാരണം പ്രവാസികളായ ഭർത്താക്കന്മാർ, അതെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി അത്രക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവിടെ നിൽക്കും. പക്ഷേ മറ്റൊരുത്തനെ കണ്ടാൽ ഇവർ അവരുടെ കൂടെ അങ്ങോട്ട് പോകും. പാവം, എത്രമാത്രം ഇടങ്ങാറായിരിക്കും ആ ഭർത്താവിന്. അതേടി, ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ആളുകളിൽ നടന്ന കഥ തന്നെയാണ്. അതെ, നമ്മുടെ അയൽവാസികളിലായിട്ടും നമ്മുടെ കുടുംബങ്ങളിലായിട്ടും അങ്ങനെയൊക്കെ. അള്ളാഹുവേ, ഇങ്ങനെയുള്ള ഷർറിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. മക്കളുള്ള ഒരാൾക്കും ഇങ്ങനത്തെ ബുദ്ധി നീ കൊടുക്കല്ല അല്ലാ. റബ്ബേ, അവൻ അപ്പോഴും കരയുകയായിരുന്നു. ആത്മാർത്ഥമായി ഹൃദയം കൊടുത്തു സ്നേഹിച്ചവളാണ് എന്നെയും പിഞ്ചു മക്കളെയും ഉപേക്ഷിച്ച് പോയത്. ആ ഷോക്കിൽ നിന്നും ഞാൻ ഇതുവരെ വിമുക്തനായിട്ടില്ല. മക്കള് മൂന്നാളും ഉമ്മയെ ചോദിക്കുകയാണ്, ഞാൻ എന്താ റബ്ബേ അവരോട് പറയേണ്ടത്? അവൻ ആ ചിന്തയിലേക്ക് ഉണർന്നു. റബ്ബേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ബാപ്പ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മക്കള് കുറച്ച് ദിവസമായി അവധി ആയതിനാൽ അവളെ വീട്ടിലായിരുന്നു. ബാപ്പയും അവളും ഡ്രൈവറും കൂടി മക്കളെ വിളിക്കാനായി അവളെ വീട്ടിലേക്ക് പോയതാണ്. അവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പ് ഒരു ജംഗ്ഷനിൽ വണ്ടി നിർത്തി മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നിറങ്ങിയ അവൾ പിന്നെ തിരിച്ചു വന്നില്ല. ബാപ്പയും ഡ്രൈവറും കൂടി വണ്ടിയിൽ അവരെ കാത്തിരുന്നു. റബ്ബേ, ഇവളത് എവിടെ പോയി കിടക്കുക? മക്കൾക്ക് എന്തി വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയിട്ട് മരുമകള് അങ്ങനെയാണ് പോയത്. മക്കൾക്ക് സാധനം വാങ്ങിക്കാൻ പോയ അവളെ കാണാനില്ല. 10 മിനിറ്റ് എന്നും പറഞ്ഞ് പോയവളെ 15 മിനിറ്റായി, അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, ഇപ്പോഴും കാണുന്നില്ലല്ലോ. പാവം ആ ബാപ്പ ആ പൊരിഞ്ഞ വെയിലേക്ക് നോക്കി നിന്നു. ഇല്ല, ഓള് വരുന്നില്ല. അവളുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ ബാപ്പ വിളിച്ചു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താ റബ്ബേ, സ്വിച്ച് ഓഫോ? ബാപ്പ ഒരിക്കൽ കൂടി അടിച്ചു നോക്കി. അതേ ശബ്ദം വീണ്ടും. അവിടെ അടുത്തുള്ള കടകളെല്ലാം ബാപ്പയും ഡ്രൈവറും കൂടെ അവളെ നോക്കി നടന്നു. അതെ, അവളുടെ ഡ്രസ്സിൻ്റെ രൂപമെല്ലാം പറഞ്ഞു കൊടുത്തു. മഞ്ഞ ചുരിദാറിട്ടിട്ട് ഒരു പെണ്ണ് ഇവിടെ. എന്നാൽ അവർ ആരും അതിനെക്കുറിച്ച് ഓർക്കുന്നില്ലായിരുന്നു. കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു നിമിഷം അന്തം വിട്ടുപോയി. എങ്ങോട്ട് പോവാൻ? റോഡിൽ എത്രമെന്ന് വെച്ചാണ് ഞാൻ നിൽക്കുന്നത്? ബാപ്പ പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് വീട്ടിലേക്ക് പോവാം, അല്ല ഇവിടെ നിന്നിട്ട് എന്താ? അല്ലാ. പിന്നെ അവർ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കാര്യം പറയുമ്പോൾ അവരും കരച്ചിലായി. റബ്ബേ, എവിടെ അവളെവിടെ? പോലീസിൽ കേസ് കൊടുത്തു. അതെ, അവളെ കാണുന്നില്ല. ബാപ്പ തിരികെ വീട്ടിലെത്തുമ്പോൾ വിവരമറിഞ്ഞ പെങ്ങൾ എൻ്റെ റൂമിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതെ, ഒരു സാധനം. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. മോളെ, ഓളെ കാണുന്നില്ല. എത്ര നേരമായി ഞങ്ങൾ കുറേ തെരഞ്ഞു മോളെ, കാണുന്നില്ല ബാപ്പ. എന്നാൽ അവൾ കരയുകയായിരുന്നു. അതെ, നാത്തൂന് എഴുതി വെച്ച കത്ത്. അതെ, ആ കത്തിൻ്റെ കൂടെ ഞാൻ കൊടുത്ത ആ മഹർമാലയും. അവൾ പോവുകയാണത്രേ അവളോടൊപ്പം. അവൾ എന്നോട് ദയ കാട്ടി ആ മഹർമാല അതവിടെ ഊരി വെച്ചിട്ട് പോയി. അത് വിട്ടുകൊണ്ട് പോകാൻ അവൾക്ക് നാണായിരിക്കും. അതെ, ഞാൻ സമ്പാദ്യമൊക്കെ അവളുടെ പേരിലാണ് കൂടുതലും അയച്ചിരുന്നത്. അതും അവളെടുത്തു. ഞാൻ അവളുടെ പേരിലേക്ക് അയച്ചിരുന്ന സമ്പാദ്യവും അവൾ കൊണ്ടുപോയി. അതെ, എല്ലാ മാസവും പൈസ അയച്ചിരുന്നത് അവളുടെ പേരിലേക്കായിരുന്നു. അതെല്ലാം അവൾ കൊണ്ടുപോയിക്കോട്ടെ, അതെല്ലാം അവൾ കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ എന്നോട് എന്തിനായിരുന്നു ഇങ്ങനൊരു ക്രൂരത കാണിച്ചത്? ആ ഭർത്താവ് തേങ്ങിക്കരഞ്ഞു.
ഞാൻ അവളെ സ്നേഹിച്ചതിന്, സംരക്ഷിച്ചതിന്, പൊന്നു പോലെ നോക്കിയതിന് എല്ലാത്തിനും കൂടി അവൾ എനിക്കൊരു ശിക്ഷ തന്നു. എൻ്റെ ജീവൻ എടുക്കാൻ കഴിവുള്ളൊരു ശിക്ഷ. എന്തിനാ പെണ്ണെ എന്നോടിത് ചെയ്തത്? എനിക്ക് ചുറ്റിലും നിൽക്കുന്നവർക്ക് എന്നോടുള്ള സഹതാപം കാണുമ്പോൾ മരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നല്ലവരായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു എന്ന് കുടുംബത്തെ പൊന്നു പോലെ നോക്കിയവനാണ് എന്നൊക്കെയാണ് എല്ലാവരും എന്നെക്കൊണ്ട് പറയുന്നത്. എന്നിട്ടോ എനിക്കെന്ത് കിട്ടിയത്? എല്ലാവരും നല്ലപോലെ നോക്കി. അതെ, ആ കൊടും ചൂടിൽ, മരുഭൂമിയിൽ, പൊരിവെയിലിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ശിക്ഷയാണ് റബ്ബേ എനിക്ക് കിട്ടിയത്. എന്തൊരു ലോകമാണ് റബ്ബേ! അവൻ വിതുമ്പി കരഞ്ഞു. കുടുംബക്കാർക്ക് മുമ്പിൽ ഒരു വിഡ്ഢിയെ പോലെ തല കുമ്പിട്ടിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അതെ, ഞാൻ എന്തൊരു വിഡ്ഢി! ആർക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടു? അതെ, ഞാനൊരു വിഡ്ഢിയാണ്. ഞാൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അവളുമൊത്തുള്ള നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഇത്രയും വലിയൊരു ചതി, അല്ലാ, അതെനിക്ക് ഓർക്കും തോറും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഈ പാപത്തിനുള്ള ശിക്ഷ നീ എവിടെ കൊണ്ടുവെക്കും എൻ്റെ സഫീന? സഫീന, നീ പോയില്ലേ? പൊന്നുമക്കളെയും തനിച്ചാക്കി നീ എന്ത് സുഖം തേടിയാണ് പോയത്? നിനക്ക് എങ്ങനെ തോന്നേ? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതെ, നീ എന്ത് സുഖം തേടിയാണ് പോയത് പൊന്നുമക്കളെയും എന്നെയും തനിച്ചാക്കി? 3 മക്കളും എൻ്റെ ചുറ്റിനും ഇരിക്കുകയാണ് റബ്ബേ. ഇളയ മോനെ അപ്പോഴാണ് ഒരു കാര്യം പറയുന്നത്. ഉപ്പ, നമ്മളെ ഇക്ക അടിക്കും വാപ്പച്ചി. എന്താ മക്കളെ എന്നെ ഒന്നുകൂടെ ചോദിച്ചപ്പോഴാണ് മൂത്ത മകൻ പറയുന്നത്, അതെ, ഇക്ക വരുമ്പോഴൊക്കെയും പേരയുടെ കമ്പ് വെട്ടി അടിക്കുമായിരുന്നു എന്ന്. മക്കൾ 3 പേരെയും അവർ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അടിക്കുന്നെന്ന്. മക്കളെ പിടിച്ചു നോക്കുമ്പോൾ ശരീരത്തൊക്കെ അടികൊണ്ട് പാടുണ്ട് റബ്ബേ. എൻ്റെ മക്കളെ ഓനെ ഉപദ്രവിച്ചും ചെയ്തീനോ റബ്ബേ? എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഉപ്പാൻ്റെ പൊന്നു മക്കള് ഒരുപാട് കഷ്ടപ്പെട്ടോ? അവർ 3 പേരും മൂളി. ഇത്തിരി ഇല്ലാത്ത ഈ 3 പൈതങ്ങളെ അവൻ ഇത്രമാത്രം തല്ലിച്ചതച്ചോ റബ്ബേ? 3 പേരുടെയും ശരീരത്തിൽ നല്ല രീതിയിൽ അടയാളമുണ്ട്. അതും വലിയ പേരക്കൊമ്പ് കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. അടി കിട്ടിയ ഓർമ്മയിൽ പൊന്നുമോൻ കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ കൽബ് പൊടിഞ്ഞു പോയി. ഏതോ ഒരുത്തൻ സ്വന്തം മക്കളെ അടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അതെ, അവൾക്ക് മക്കളെ ഒരു ശല്യമായി തോന്നിയിട്ടുണ്ടാവും. മക്കൾ എന്തെങ്കിലും ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം, അവളുടെ സൗകര്യങ്ങൾക്ക് മക്കളൊരു പക്ഷേ വിലങ്ങുതടിയായി നിന്നിട്ടുണ്ടാകും. അതെ, ശരിയാണ്. അവരുടെ ആ ഒരു സുന്ദര നിമിഷങ്ങൾ അവർക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതെ, എൻ്റെ മക്കളുണ്ടാവുമ്പോൾ അതുകൊണ്ടായിരിക്കും മക്കളെ അടിച്ചത്. അപ്പോൾ അവളിലെ മാതാവ് മരിച്ചിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ പോലും ഒരു മാതാവിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ, അവളൊരു പെറ്റുമായിരുന്നെങ്കിൽ സ്വന്തം മക്കളെ ഒരു മനുഷ്യൻ നുള്ളി നോവിക്കുന്നത് പോലും കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. റബ്ബേ, അവളുടെ മാതൃത്വം അത് നീ എടുത്തു കളഞ്ഞിട്ടുണ്ടാവും അവളിൽ നിന്ന്. ബാപ്പാക്ക് ഇതൊന്നും അറിയുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ബാപ്പ പറഞ്ഞത് എങ്ങനെയാണ്? പൊന്നുമോനെ, മക്കൾ അടിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിലക്കാറുണ്ട്. എന്തിനാ കുട്ടികൾ തല്ലുന്നത്? അപ്പോൾ അവർക്ക് വലിയ ദേഷ്യമാണ്. അവൾ എന്നോട് പറയും, അതെ, കുട്ടികൾ പഠിക്കാത്തതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ അല്ല. അവൾ എന്നോട് മുഖം കറുപ്പിക്കും മോനെ, എന്നോട് ദേഷ്യപ്പെടും. പിന്നെ ഞാൻ എന്താ പറയാ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലും ഒന്നും എടുത്തു തരാറില്ല. അവൻ വരുമ്പോൾ ഒന്നും പറയുന്നതും ഇഷ്ടമല്ല. നമുക്ക് എല്ലാ സഹായത്തിനും വരുന്നതല്ലേ എന്നാണ് അവളുടെ പക്ഷം. അവന് വരുമ്പോൾ അവൾ പിന്നെ ഓൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും. മക്കൾ പഠിക്കാതെ നിങ്ങളീ കൊഞ്ചിക്കൽ കൊണ്ട് മക്കൾ പഠിക്കൂല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നല്ലോണം തല്ലും. എന്തപ്പം ചെയ്യാം? പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും മോനോട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന് പേടിച്ചിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അല്ലെങ്കിൽ ഓൾക്കെന്നോട് ദേഷ്യമാണ്. ഞാനത് വിലക്കുമ്പോൾ ഓൾക്കത് പറ്റൂല. പിന്നെ നിങ്ങൾക്ക് കഴിയോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനേ? അതെ, അവൻ വരുന്നോണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, നിങ്ങളെ കൊണ്ട് എന്ത് കഴിയാനാ? അങ്ങനെ പറഞ്ഞിട്ട് അവൾ എന്നെ അങ്ങ് ചീത്ത പറയും. പൊന്നു മോനെ,
ഞാൻ പിന്നെ എന്ത് പറയാനാണ്? പക്ഷേ ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആ പിതാവും പൊട്ടിക്കരഞ്ഞു. ശ്രദ്ധ കുറവാണ്, അതുകൊണ്ടാണ് ഇത്രക്കും വലിയൊരു അബദ്ധം പറ്റിയത്. ഈ പ്രശ്നം അറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ ഭാര്യയെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറ്റിയത്. പോട്ടെ, അവൾ പോയത് നന്നായി. നെടുവീർപ്പോടെ കണ്ണീരോടെ അവൻ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൾക്ക് തടസ്സമായി എൻ്റെ മക്കളെയും ബാപ്പയെയും എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിലോ റബ്ബേ. അതും പടച്ച റബ്ബിൻ്റെ കാരുണ്യം. എൻ്റെ മക്കളെക്കും എൻ്റെ ബാപ്പാക്കും എന്തെങ്കിലും വല്ല വിഷം കൊടുത്ത് കൊന്നിട്ട് അവർക്ക് സ്വൈര്യവിഹാരം ഇവിടെ നടത്താൻ പോയത് നന്നായി. ഇവിടുന്ന് അദ്ദേഹം ഒരു നിമിഷം മനം നൊന്ത് കരഞ്ഞു പറഞ്ഞു, ഒരു പക്ഷേ അവൾ പോയിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും മക്കളും ചിലപ്പോൾ വെള്ളത്തുണികൾ പുതച്ച് ഞാൻ കണ്ടിരുന്നിരിക്കും. അതെ, TV ചാനലുകളിലും ന്യൂസുകളിലും ആ ചിത്രമായിരിക്കും വരിക. റബ്ബേ, പോയത് നന്നായി. അതും കൂടി ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അതുകൊണ്ട് പോട്ടെ, അവൾ പോയി അവൾ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ആരുടെ കൂടെയെങ്കിലും ജീവിക്കട്ടെ. അവൾ ആഗ്രഹിച്ച സുഖം അവൾ നേടിയെടുക്കട്ടെ. അല്ലാ. ആ ഭർത്താവ് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തയുടെ ഷോക്കിൽ എൻ്റെ ഉള്ളിലാകെ ഒരു ചൂടുള്ള കാറ്റടിച്ച് വീശി. റബ്ബേ, ആ ചൂടിൽ ഞാൻ സർവം എരിഞ്ഞു പോകുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. മരുഭൂമിയുടെ ചൂടിൽ പോലും ഒലിയാതിരുന്ന എൻ്റെ മനസ്സാകെ ഉരുകി ഒലിക്കാൻ തുടങ്ങി. അന്നൊക്കെ മനസ്സിന് പ്രതീക്ഷയായിരുന്നു, അതെ, നാട്ടിൽ കാത്തിരിക്കാൻ ഒരാളുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ ആ സന്തോഷങ്ങളെല്ലാം പടിയിറങ്ങിപ്പോയി റബ്ബേ. പ്രതീക്ഷയുടെ കണ്ണുകൾ മാറി റബ്ബേ. അപ്പോൾ തളർച്ചയുണ്ടാകും, മനസ്സും ശരീരവും പിടിച്ചെടുത്ത് നിൽക്കാതെ ആവും. കടപുഴകി വീഴാൻ ഒരുങ്ങിയ വൃക്ഷത്തെ പോലെ ഞാൻ പാതിച്ചെരിഞ്ഞു നിൽക്കുകയാണ്. എനിക്കൊരു താങ്ങ് വേണം, അത് അത്യാവശ്യമാണ്. എൻ്റെ മക്കൾക്കും എൻ്റെ പിതാവിനും. റബ്ബേ, ഞാൻ തളർന്നു പോയേ എൻ്റെ ഉപ്പാക്കാരാ, എൻ്റെ മക്കൾക്കാരാ. ഞാൻ തളർന്നു വീഴാൻ പാടില്ലല്ലോ. അദ്ദേഹം കരയുകയാണ്. അല്ലാ, എൻ്റെ മക്കളെ കാണുമ്പോഴും എൻ്റെ തളർച്ച കൂടുകയാണ് റബ്ബേ. അതേസമയം അവർക്ക് വേണ്ടി പിടിച്ചു നിൽക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല റബ്ബേ. എൻ്റെ പെങ്ങളാണ് ഒരു ആശ്വാസം. ജ്യേഷ്ഠനും ഭാര്യയും അളിയനും മറ്റടുത്ത ബന്ധുക്കളെല്ലാം ആശ്വാസം പകർന്ന് കൂടെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ, അതും ഒരു ഭാഗ്യമായി മനസ്സിൽ കണ്ടു തുടങ്ങി. അല്ലാ, ഓള് പോയല്ലോ. അവളെക്കുറിച്ച് പോലീസിൽ പരാതി കൊടുത്തെങ്കിലും രണ്ടുപേരെയും കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ നാട്ടിലെത്തുന്നത്. നാട്ടിലാകെ വാർത്ത പരന്നിരിക്കുകയാണ്. ഗൾഫുകാരൻ്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് പറഞ്ഞു നടക്കാനും ആൾക്കാർക്ക് വിശേഷമുണ്ട്. ആ, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അന്നത്തെ ദിവസം രാവ് പുലരും വരെ ഞാൻ കരഞ്ഞു. തൻ്റെ പൊന്നു മോനെ എൻ്റെ നെഞ്ചിന് മുകളിലായി കിടത്തി. രണ്ട് മക്കൾ ഇടം വലം. അങ്ങനെ അല്ലാ, എൻ്റെ കൈകളിൽ കൂടെ കിടക്കാൻ ഇന്ന് അവളില്ല. എൻ്റെ നെഞ്ചോട് മുഖം ചേർത്ത് കിടക്കാൻ ഇന്ന് അവളില്ല. ഇന്ന് അവൾ മറ്റാരുടെയോ നെഞ്ചിലാണ് കിടക്കുന്നത്. പറക്കമുറ്റാത്ത പിഞ്ചു പൈതങ്ങളെ വലിച്ചെറിഞ്ഞു പോയി അവളുടെ ഉമ്മാനെ ഓർത്ത് എൻ്റെ സമാധാനവും ഉറക്കവും എല്ലാം നഷ്ടമായി. ഇനി അങ്ങോട്ട് എല്ലാം നഷ്ടങ്ങളായിരിക്കും. പടച്ചവൻ്റെ വിധിയാണ്, തടുക്കാൻ മനുഷ്യനാവില്ലല്ലോ. അനുഭവിക്കാൻ ഉള്ളതൊക്കെ അനുഭവിച്ച് തന്നെ തീരണം. അത് റബ്ബിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാവുക തന്നെ ചെയ്യും. അദ്ദേഹം പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ പിന്നെയും ഒരുപാട് മാഞ്ഞുപോയി. ബാപ്പാൻ്റെ അനിയൻ്റെ ഭാര്യയും സഹോദരിയും മാറി മാറി വീട്ടിലെത്തി മക്കളുടെ കാര്യങ്ങൾ നോക്കി. മക്കൾ വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി. മൂത്തമോൻ എന്നും പരാതിയാണ്, ക്ലാസ്സിൽ കുട്ടികളൊക്കെ കളിയാക്കുന്നെന്ന്. അതെ, അവൻ്റെ ഉമ്മ അവനെയും ബാപ്പയെയും ഒക്കെ ഇട്ടിട്ട് വേറെ ആരുടെ കൂടെ പോയെന്ന്. ഇതൊക്കെ കേട്ട് കേട്ട് അവൻ എപ്പോഴും സങ്കടമാണ്. കുഞ്ഞുമുഖങ്ങൾ വാടിത്തളർന്നാണ് വീട്ടിൽ എത്തുന്നത്. വീട്ടിൽ അവരുടെ ഉമ്മയില്ലെന്നുള്ള ചിന്ത തന്നെ മക്കളെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ വരുമ്പോഴേക്കും ഉമ്മ ചായയും പലഹാരവും എല്ലാം എടുത്ത് കാത്തുവെക്കും. പക്ഷേ ഇന്ന് ഉമ്മയില്ലാത്ത ആ വീട്ടിലേക്ക് പോകുവാനും തോന്നുന്നില്ല. എനിക്കും എൻ്റെ മക്കൾക്കും ഉമ്മയില്ലാത്ത അവസ്ഥ. എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. അവരുടെ
ഈ കുഞ്ഞു പ്രായത്തിൽ അവർക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? കളിച്ചിരികൾ നഷ്ടപ്പെട്ട എൻ്റെ മക്കൾ എപ്പോഴും അവരുടെ ഉമ്മാൻ്റെ ഓർമ്മയിലാണെന്ന് എനിക്ക് വളരെ വേഗം മനസ്സിലായി. ഉപ്പച്ചി, ഉമ്മച്ചി വന്നില്ലല്ലോ, ഉപ്പ പറഞ്ഞില്ലേ വരുമെന്ന്? ആ പൊന്നു മക്കളുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകും. വിഷാദത്തിൻ്റെ ചുവപ്പ് അവരുടെ ജീവിതത്തിലേക്ക് പതിയെ കടന്നു വരാൻ തുടങ്ങി. അതെ, ഞങ്ങൾ ഉമ്മയെ കാണുന്നില്ല, ഉമ്മയെ കാണണം ഞങ്ങൾക്ക്. അല്ലാ, ഞാൻ എന്താ മക്കളോട് പറയാം? ഞാനും തളർച്ചയിലാണ്. മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ എൻ്റെ പെങ്ങൾ എനിക്ക് പുതിയ വിവാഹാലോചന കൊണ്ടുവരാൻ തുടങ്ങി. എത്രയെന്ന് വെച്ച ഇക്കാക്ക മക്കളിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നത്? ഇതിനൊരു അറുതി വേണ്ടേ? അല്ല, ഓള് പോയെങ്കിൽ പോട്ടെ, ഓള് പോയെന്ന് വിചാരിച്ച് കാലാകാലം ഓളെ മനസ്സിൽ വെച്ചേക്കാൻ കഴിയോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇക്കാക്ക, നമുക്ക് വേറൊന്ന് നോക്കാം. എന്താണ് നീ പറയുന്നത്? എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ നീ അറിയോ? അവൾക്കൊന്നും വരാൻ പറ്റില്ല. എൻ്റെ പെങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനും കഴിയില്ല. എപ്പോഴെങ്കിലൊക്കെ വന്ന് പോകുന്നല്ലാതെ. അവളുടെ 2 മക്കളും സ്കൂളിൽ പോവാണ്. അവിടെ അവളുടെ മാമിയും മാമയും മാമനൊക്കെ ഉണ്ട്. അതെ, അതുകൊണ്ട് അവരെ നോക്കണം. അവരവിടെ തനിച്ചാക്കി അവൾക്ക് അവിടുന്ന് വരാനും പറ്റില്ല. ഇക്കാക്ക് എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിക്കണം കേട്ടോ. പെങ്ങളുടെ ആ ഒരു വാക്ക്, അതാണ് അവളുടെ അഭിപ്രായം. അത് കേട്ടപാടെ ഞാൻ നിശ്ചയിച്ചു. എന്താ പെണ്ണെ നീ പറയുന്നത്? ഇനിയൊരു വിവാഹം എൻ്റെ സ്വപ്നത്തിൽ പോലുമില്ല. മക്കളെ വളർത്തണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. നീ എന്താ പറയുന്നത്? ഞാൻ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മുക്തമായിട്ടില്ല. നീ ദയവായി അതിനെക്കുറിച്ച് പറയല്ലേ പെണ്ണെ. ഇക്കാക്ക, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതേ, മക്കളെ വളർത്തണം. ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്. 3 മക്കളാണ്, 3 പേരും കുഞ്ഞു മക്കളാണ്. അവർക്കൊരു ഉമ്മാൻ്റെ തണൽ വേണം. ഇക്കയും പാപ്പയും മാത്രമാകുമ്പോഴേ അവരും ഒറ്റപ്പെട്ടു പോകുന്ന പോലെയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഇനി ഒരു വിവാഹം കഴിച്ചാൽ ആ വരുന്ന പെണ്ണിൻ്റെ മക്കളെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല, ഒരിക്കലും നോക്കൂലടി. എങ്ങനെ നോക്കാനാ? അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പെങ്ങളോട് പറഞ്ഞു. ഇല്ലടി, കഴിയില്ല. ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയും നോക്കിക്കോളാം. മറ്റൊരു പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കെങ്ങനെ സ്നേഹം കൊടുക്കാൻ കഴിയും? ഇല്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.